പ്രിയപ്പെട്ട ട്രെയിനികളെ, മലമ്പുഴ ഗവൺമെൻറ് ITI യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുമേഷ്. ഞാൻ മലമ്പുഴ ഗവൺമെൻറ് വനിതാ ITIയിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിൽ സീനിയർ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യും. കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നത് ആംപ്ലിഫയർ സർക്യൂട്ടുകളെ കുറിച്ചായിരുന്നു. ആംപ്ലിഫയറിൽ നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ നൽകുകയും അതിനെ ആംപ്ലിഫൈ ചെയ്ത രൂപത്തിൽ ഔട്ട്പുട്ടിൽ നിന്നും സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇൻപുട്ട് സിഗ്നൽ നൽകാതെ തന്നെ സർക്യൂട്ടിൽ നൽകുന്ന DC പവർ മാത്രം ഉപയോഗിച്ച് ഔട്ട്പുട്ടിൽ ഇലക്ട്രിക് തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന സർക്യൂട്ടുകളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്തരം സർക്യൂട്ടുകളെ ഓസിലേറ്ററുകൾ എന്ന് പറയും. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ഓസിലേറ്റർ. ഇന്നത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഡിഫൈൻ ആൻ ഓസിലേറ്റർ. ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഓസിലേറ്ററിനെ നിർവചിക്കാം, എന്താണ് ഓസിലേറ്റർ, എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഓസിലേറ്റർ. ഒരു ഓസിലേറ്ററിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, വർക്കിംഗ് ഓഫ് എ ടാങ്ക് സർക്യൂട്ട്. ആ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായ ടാങ്ക് സർക്യൂട്ടിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് അടുത്തത്. ബാർകോസൻ ക്രൈറ്റീരിയ. ഇത്തരം ഈ 4 ഒബ്ജക്റ്റീവ്സ് ആണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഡിഫൈൻ ആൻ ഓസിലേറ്റർ. An oscillator is a device which generates an alternating voltage of high frequency and of constant amplitude. ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. അത് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്, ഹൈ ഫ്രീക്വൻസിയും കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡുമുള്ള ഒരു ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് നിർവചിക്കാം. ഇറ്റ് മേ ആൾസോ ബി ഡിഫൈൻഡ് ആസ് എ സർക്യൂട്ട് വിച്ച് ജനറേറ്റ്സ് ആൻ AC ഔട്ട്പുട്ട് സിഗ്നൽ വിത്തൗട്ട് എനി എക്സ്റ്റേണലി അപ്ലൈഡ് ഇൻപുട്ട് സിഗ്നൽ. ഞാൻ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറഞ്ഞതുപോലെ നമ്മൾ എക്സ്റ്റേണലി ഒരു ഇൻപുട്ട് സിഗ്നലും അപ്ലൈ ചെയ്യാതെ ഒരു AC ഔട്ട്പുട്ട് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ ഓസിലേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ദ ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് ആൻ ഓസിലേറ്റർ മേ ബി സൈനുസോയിഡൽ. നമ്മൾ ഫിഗറിൽ കണ്ട പോലെ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം ഓസിലേറ്ററിൻ്റെ സൈനുസോയിഡൽ ആയിട്ടുള്ള വേവ് ഫോമുള്ള ഓസിലേറ്റർ ഉണ്ടാവും. സച്ച് ഓസിലേറ്റേഴ്സ് ആർ നോൺ ആസ്, അത്തരത്തിലുള്ള ഓസിലേറ്ററിനെയാണ് നമ്മൾ സൈൻ വേവ് ഓസിലേറ്റേഴ്സ് ഓർ ഹാർമോണിക് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദി ഔട്ട്പുട്ട് ഓഫ് ഓസിലേറ്റേഴ്സ് മേ ബി സ്ക്വയർ, ട്രയാങ്കുലർ ഓർ സോ ടൂത്ത് വേവ് ഫോം ആസ് ഷോൺ ഇൻ ഫിഗർ. താഴെ കാണുന്ന ഫിഗറിലെ പോലെ തന്നെ ചില ഓസിലേറ്ററുകളിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വേവ് ഫോംസ് എന്ന് പറയുന്നത് സ്ക്വയർ ആവാം, ട്രയാങ്കുലർ ആവാം, സോ ടൂത്ത് വേവ് ഫോം ആവാം. അത്തരത്തിലുള്ള ഓസിലേറ്ററുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സ് അല്ലെങ്കിൽ ഓർ റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ്. ഇത്തരം ഓസിലേറ്ററുകളെ റിലാക്സേഷൻ ഓസിലേറ്ററുകൾ എന്നും നമുക്ക് പറയാം. ഇതാണ് അപ്പോൾ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ an oscillator is a device which generates an alternating voltage of high frequency and of constant amplitude. ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു ഡിവൈസ് ആണ്. അത് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണലി ഒരു ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു AC സിഗ്നൽ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സർക്യൂട്ടാണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അടുത്തത് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ആൻ ഓസിലേറ്റർ. ഒരു ഓസിലേറ്ററിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ പ്രധാനപ്പെട്ട 3 ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോളോയിങ് 3 ഐറ്റംസ് ആർ എസെൻഷ്യൽ ഫോർ ആൻ ഓസിലേറ്റർ. ഫസ്റ്റ് വൺ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്, ഫീഡ്ബാക്ക് സർക്യൂട്ട്, ടാങ്ക് സർക്യൂട്ട്. ഈ 3 എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആണ് ഒരു ഓസിലേറ്ററിന് വേണ്ട പ്രധാനപ്പെട്ട 3 റിക്വയർമെൻറ്റ്സ് ആണത്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്, ഫീഡ്ബാക്ക് സർക്യൂട്ട്, ടാങ്ക് സർക്യൂട്ട്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട്.
The transistor amplifier receives DC power from the battery and changes it into AC power for supplying it to the tank circuit. The oscillation occurring in the tank circuit are applied to the input of the transistor amplifier. Because of the amplifying properties of transistor, we get an increased output of these oscillations. അതായത് ടാങ്ക് സർക്യൂട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശക്തി കുറഞ്ഞ ഓസിലേഷൻ തരംഗങ്ങളെ ആംപ്ലിഫൈ ചെയ്യുന്നതിനും ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് നൽകുന്നതിനുമാണ് നമ്മൾ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമ്മൾ ആംപ്ലിഫയർ സർക്യൂട്ട് ഉപയോഗിച്ചിരുന്നത് ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ആംപ്ലിഫൈ ചെയ്ത രൂപത്തിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അതാണ് ആംപ്ലിഫയർ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ടാങ്ക് സർക്യൂട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശക്തി കുറഞ്ഞ ഓസിലേഷൻ തരംഗങ്ങളെ ആംപ്ലിഫൈ ചെയ്യുന്നതിനും ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് നൽകുന്നതിനുമാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് ഫീഡ്ബാക്ക് സർക്യൂട്ടാണ്. ആൻ ഓസിലേറ്റർ റിക്വയേഴ്സ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ് ഓസിലേറ്ററിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പോർഷൻ ഓഫ് ദി ഔട്ട്പുട്ട് എനർജി ഈസ് റിസീവ്ഡ് ബൈ ദി ഇൻപുട്ട് സർക്യൂട്ട് ബൈ മീൻസ് ഓഫ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് എനർജിയുടെ ഒരു പോർഷൻ നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പോസിറ്റീവ് ഫീഡ്ബാക്കാണ് ഓസിലേറ്ററിന് ആവശ്യമായി വരുന്നത്. അപ്പോൾ ടാങ്ക് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന എനർജി നഷ്ടം നികത്തി ഓസിലേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി ആംപ്ലിഫയർ ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം ഓസിലേഷനെ സഹായിക്കത്തക്ക വിധം യഥാർത്ഥ ഫേസിലും അളവിലും ടാങ്ക് സർക്യൂട്ടിലേക്ക് തിരിച്ചു നൽകുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്താണ്? ടാങ്ക് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന എനർജി നഷ്ടം നികത്തി ഓസിലേഷൻ നമുക്ക് നിലനിർത്തണം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഓസിലേഷൻ നിലനിർത്തുന്നതിന് വേണ്ടി ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം, ഒരു പോർഷൻ ഓസിലേഷനെ സഹായിക്കത്തക്ക വിധം യഥാർത്ഥ ഫേസിലും അളവിലും ടാങ്ക് സർക്യൂട്ടിലേക്ക് തിരിച്ചു നൽകുന്നതിനുള്ള സംവിധാനമാണ് ഫീഡ്ബാക്ക് സർക്യൂട്ട് അഥവാ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അടുത്ത് ടാങ്ക് സർക്യൂട്ടാണ്. എന്താണ് ടാങ്ക് സർക്യൂട്ട് എന്ന് നമുക്ക് നോക്കാം. എ റെസണൻറ്റ് സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് ആൻ ഇൻഡക്ടർ ആൻഡ് എ കപ്പാസിറ്റർ ഈസ് നോൺ ആസ് എ ടാങ്ക് സർക്യൂട്ട്. ദിസ് സർക്യൂട്ട് പ്രൊഡ്യൂസസ് ഓസിലേഷൻസ് ആൻഡ് ഡിസൈഡ്സ് ദ ഫ്രീക്വൻസി. അതായത് ഒരു ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും പാരലലായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു പാരലൽ LC സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാങ്ക് സർക്യൂട്ട് അഥവാ ട്യൂൺഡ് സർക്യൂട്ട് എന്നും പറയാം. ടാങ്ക് സർക്യൂട്ട് ഓർ ട്യൂൺഡ് സർക്യൂട്ട് എന്ന് പറയാം. ഈ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂ അനുസരിച്ച ഫ്രീക്വൻസിയിൽ ഓസിലേഷൻ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഈ ടാങ്ക് സർക്യൂട്ടിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും പാരലലായിട്ട് കണക്റ്റ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ ട്യൂൺഡ് സർക്യൂട്ട് ഓർ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. വർക്കിംഗ് ഓഫ് എ ടാങ്ക് സർക്യൂട്ട്. ഇനി നമുക്ക് ടാങ്ക് സർക്യൂട്ടിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിക്കാം. ഇവിടെ ഫിഗറിൽ കാണുന്നത് ഒരു ടാങ്ക് സർക്യൂട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും പാരലലായി കണക്ട് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ സർക്യൂട്ടിനെ നമുക്ക് ട്യൂൺഡ് സർക്യൂട്ട് എന്നും പറയാം. ഇവിടെ ആദ്യത്തെ ഫിഗറിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, സ്വിച്ച് എ പൊസിഷനിൽ വരുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു. ആ ഫിഗറിൽ വ്യക്തമായി കാണാം. ബോട്ടം പ്ലേറ്റ് നെഗറ്റീവും ടോപ്പ് പ്ലേറ്റ് പോസിറ്റീവുമാണ്. നമുക്കറിയാം കപ്പാസിറ്ററിൽ ചാർജ് സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജിൻ്റെ രൂപത്തിലാണ്. എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ ഇൻ ദി ഫോം ഓഫ് ആൻ ഇലക്ട്രിക് ചാർജ്.
ഇനി രണ്ടാമത്തെ ഫിഗറിൽ നോക്കാം. ഇവിടെ സ്വിച്ച് പൊസിഷൻ ബിയിലേക്ക് വരുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുവാൻ തുടങ്ങുന്നു. ഡിസ്ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ഇൻഡക്ടർ, അതായത് ഇൻഡക്ടർ വഴിയാണ് കപ്പാസിറ്റർ ഇവിടെ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡക്ടറിലൂടെ കറണ്ട് പ്രവഹിക്കുന്നു അഥവാ ഫ്ലോ ചെയ്യുന്നു. ഇൻഡക്ടറിലൂടെ കറണ്ട് പ്രവഹിക്കുമ്പോൾ നമുക്കറിയാം ഇൻഡക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടും. ഇൻഡക്ടറിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, ഇൻഡക്ടർ ഹാസ് ദി പ്രോപ്പർട്ടി ഓഫ് ഒപ്പോസിങ് എനി സഡൻ ചേഞ്ച് ഇൻ കറണ്ട് ത്രൂ ഇറ്റ്. അതായത് ഇൻഡക്ടറിലൂടെ പ്രവഹിക്കുന്ന കറണ്ടിലുണ്ടാകുന്ന സഡൻ ചേഞ്ചിനെ അത് ഒപ്പോസ് ചെയ്യുമെന്ന് നമ്മൾ ഇതിനു മുന്നേ ഇൻഡക്ടർ എന്ന ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ സർക്യൂട്ടിലുണ്ടാകുന്ന ഈ മാറ്റത്തെ ഇൻഡക്ടർ പ്രതിരോധിക്കുന്നത് മൂലം തുടക്കത്തിൽ ഇൻഡക്ടർ വഴിയുള്ള കറണ്ട് കുറവായിരിക്കുമെങ്കിലും ക്രമേണ അത് വർദ്ധിച്ചു വരികയും കപ്പാസിറ്റർ പൂർണ്ണമായും ഡിസ്ചാർജ് ചെയ്യുന്നതോടെ പരമാവധി മൂല്യത്തിലെത്തുകയും ചെയ്യും. അപ്പോൾ ഈ സമയം കപ്പാസിറ്ററിലുണ്ടായിരുന്ന ആ എനർജി, ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ് കപ്പാസിറ്ററിൽ, അത് പൂർണ്ണമായിട്ടും നമുക്ക് ഇൻഡക്ടറിന് ചുറ്റും മാഗ്നറ്റിക് എനർജിയായിട്ട് മാറ്റപ്പെട്ടു എന്ന് നമുക്ക് കാണാം. ഇൻഡക്ടറിൽ നമുക്കറിയാം, ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിലാണെന്ന് നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ കപ്പാസിറ്റർ പൂർണ്ണമായും ഡിസ്ചാർജ് ചെയ്യുന്നതോടെ സർക്യൂട്ടിൽ കൂടിയുള്ള പ്രവാഹം നിലയ്ക്കുകയും ഇൻഡക്ടറിന് ചുറ്റും ശക്തി പ്രാപിച്ചു വന്നിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് പെട്ടെന്ന് ദുർബലമായി ഇൻഡക്ടറിൽ ഒരു ബാക്ക് EMF സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ബാക്ക് EMF സർക്യൂട്ടിൽ കൂടി തുടർന്നും കറന്റ് പ്രവഹിക്കുന്നതിന് കാരണമാവുകയും ഡിസ്ചാർജ് ചെയ്ത കപ്പാസിറ്റർ വീണ്ടും വിപരീത ദിശയിൽ ചാർജ് ചെയ്യാനിടയാവുകയും ചെയ്യുന്നു. കപ്പാസിറ്റർ ഇങ്ങനെ ചാർജ് ചെയ്യുന്ന മുറയ്ക്ക് സർക്യൂട്ടിൽ കൂടിയുള്ള കറന്റ് പ്രവാഹം കുറഞ്ഞു വരുന്നു. കപ്പാസിറ്റർ പൂർണ്ണമായും ചാർജ് ചെയ്യുന്നതോടെ ഇൻഡക്ടറിന് ചുറ്റുമുണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാതാവുകയും ചെയ്യുന്നു. അതായത് ഇൻഡക്ടറിൽ നിന്നും എനർജി വിപരീത ദിശയിൽ വീണ്ടും കപ്പാസിറ്ററിലേക്ക് മാറ്റപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ കപ്പാസിറ്ററിനും ഇൻഡക്ടറിനും ഇടയിലുള്ള എനർജി കൈമാറ്റം ആവർത്തിച്ച് വരുന്നതിന് ഇത്തരത്തിൽ എനർജി കപ്പാസിറ്ററിൽ നിന്നും ഇൻഡക്ടറിലേക്കും തിരിച്ച് വീണ്ടും കപ്പാസിറ്ററിലേക്കും ആദ്യത്തേതിൽ നിന്നും വിപരീത ദിശയിൽ മാറുന്നതോടെ ഓസിലേഷൻ തരംഗത്തിൻ്റെ ഒരു സൈക്കിൾ പൂർത്തിയാവുന്നു. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയും ടാങ്ക് സർക്യൂട്ടിൽ ഓസിലേഷൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ടാങ്ക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ടറിൻ്റെ DC റെസിസ്റ്റൻസും കപ്പാസിറ്ററിലെ ലീക്കേജും കാരണം ഓസിലേഷൻ നടക്കുമ്പോൾ ഓരോ സൈക്കിളിലും ഒരു നിശ്ചിത അളവിൽ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഈ കാരണത്താൽ ഓസിലേഷൻ തരംഗത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ക്രമേണ കുറഞ്ഞു വരുന്നു. അങ്ങനെ ഓസിലേഷൻ നിലയ്ക്കുകയും ചെയ്യുന്നു. ഇത്തരം ഓസിലേഷനെയാണ് നമ്മൾ ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അതായത് ടാങ്ക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ടറിൻ്റെ DC റെസിസ്റ്റൻസും കപ്പാസിറ്ററിൻ്റെ ലീക്കേജും കാരണം ഓസിലേഷൻ നടക്കുമ്പോൾ ഓരോ സൈക്കിളിലും ഒരു നിശ്ചിത അളവിൽ ഇങ്ങനെ എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് നമുക്ക് ആ ഫിഗറിൽ നിങ്ങൾ ലാസ്റ്റ് ആ ഫിഗറിലെ അവസാനത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിലെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. നാലാമത്തെ ഫിഗറിലുണ്ട്, ക്രമേണ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഓസിലേഷൻ തരംഗത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ക്രമേണ കുറഞ്ഞു വരികയും അങ്ങനെ ഓസിലേഷൻ നിലയ്ക്കുകയും ചെയ്യുന്നു. ഇത്തരം ഓസിലേഷനെയാണ് നമ്മൾ ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. ടാങ്ക് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഓസിലേഷൻ തരംഗത്തിൻ്റെ ഫ്രീക്വൻസി നമുക്കതിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വാല്യൂസിനെ ആശ്രയിച്ചിരിക്കും. അങ്ങനെ ആ ഫ്രീക്വൻസി കാണുന്നതിനുള്ള ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. F=1/2π√LC. ടാങ്ക് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഓസിലേഷൻ തരംഗത്തിൻ്റെ ഫ്രീക്വൻസി കണക്കാക്കുന്നതിനുള്ള ഒരു ഫോർമുലയാണ് F=1/2π√LC എന്ന് പറയുന്നത്. അടുത്തത് ബാർക്കോസൻ ക്രൈറ്റീരിയൻ. ബാർക്കോസൻ ക്രൈറ്റീരിയൻ എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ടാങ്ക് സർക്യൂട്ടിൽ ഓസിലേഷൻ
നിലനിർത്തുന്നതിന് ഓസിലേറ്റർ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം പോസിറ്റീവ് ഫീഡ്ബാക്ക് സംവിധാനം വഴി നമ്മൾ ടാങ്ക് സർക്യൂട്ടിലേക്ക് തിരിച്ചു കൊടുക്കും. എന്നാൽ ഈ ടാങ്ക് സർക്യൂട്ടിലേക്ക് നൽകുന്ന ഈ ഫീഡ്ബാക്ക് എനർജി ടാങ്ക് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന എനർജി നഷ്ടം നികത്താൻ പര്യാപ്തമായ അളവിലായിരിക്കണം. ഈ അളവിനെ സംബന്ധിക്കുന്ന മാനദണ്ഡമാണ് ബാർക്കോസൺ ക്രൈറ്റീരിയൻ അഥവാ ബാർക്കോസൺ മാനദണ്ഡം എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇവിടെ എ എന്ന് പറയുന്നത് ആംപ്ലിഫയറിൻ്റെ ഗെയിനും ബീറ്റ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടറും. ഇൻപുട്ട് വോൾട്ടേജിൻ്റെ എ ബീറ്റ ഭാഗം ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി വീണ്ടും ഇൻപുട്ടിലേക്ക് തന്നെ ലഭ്യമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആയതിനാൽ ഫീഡ്ബാക്ക് വോൾട്ടേജിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് എ ബീറ്റ എന്നിവയുടെ വാല്യൂസാണ്, മൂല്യങ്ങളാണ്. എ ബീറ്റ 1 കുറവാണെങ്കിൽ, എ ബീറ്റ ലെസ് ദാൻ 1 എന്നാണെങ്കിൽ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും. ഈ അവസ്ഥയിൽ ടാങ്ക് സർക്യൂട്ടിലെ എനർജി നഷ്ടം നികത്താൻ ഫീഡ്ബാക്ക് എനർജി മതിയാവാതെ വരും. അപ്പോഴെന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഡാംപ്ഡ് ഓസിലേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡാംപ്ഡ് ഓസിലേഷൻ നമുക്ക് ഫിഗറിൽ കാണാം. ഡാംപ്ഡ് ഓസിലേഷൻ സംഭവിക്കുന്നു. ഡാംപ്ഡ് ഓസിലേഷൻ നേരത്തെ സൂചിപ്പിച്ചാണ്. ആംപ്ലിറ്റ്യൂഡ് ക്രമേണ കുറഞ്ഞു വരുന്നു, അങ്ങനെ ഓസിലേഷൻ നിലയ്ക്കുന്നു. അപ്പോൾ എ ബീറ്റ ലെസ് ദാൻ 1 എന്ന കണ്ടീഷനാണ് ഇവിടെ. എ ബീറ്റ ലെസ് ദാൻ 1, എ ബീറ്റ എന്ന് പറയുന്നത് 1 കുറവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഫീഡ്ബാക്ക് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കുറവായി വരികയും ഈ അവസ്ഥയിൽ ടാങ്ക് സർക്യൂട്ടിലെ എനർജി നഷ്ടം നികത്താൻ ഫീഡ്ബാക്ക് എനർജി മതിയാവാതെ വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡാംപ്ഡ് ഓസിലേഷൻ, ആംപ്ലിറ്റ്യൂഡ് ക്രമേണ കുറഞ്ഞു വരുന്നു, അങ്ങനെ ഓസിലേഷൻ നിലയ്ക്കുന്നതിന് കാരണമാകും. ഇനി എ ബീറ്റ 1 കൂടുതലാണെങ്കിൽ, എ ബീറ്റ ഗ്രേറ്റർ ദാൻ 1, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫീഡ്ബാക്ക് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഓസിലേഷൻ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ക്രമേണ വർദ്ധിച്ചു വരുന്നു. ആ ഫിഗറിൽ കാണാൻ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ക്രമേണ വർദ്ധിച്ചു വരികയും അങ്ങനെ ഗ്രോയിങ് ഓസിലേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഗ്രോയിങ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ ബീറ്റ 1 കൂടുതലാണെങ്കിൽ ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്താവും? ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ക്രമേണ വർദ്ധിച്ചു വരുന്നു. ഈ ഇത്തരം ഓസിലേഷനെ നമ്മൾ ഗ്രോയിങ് ഓസിലേഷൻസ് എന്ന് പറയുന്നു. ഇനി എ ബീറ്റ 1 എന്ന കണ്ടീഷനിലാണെങ്കിൽ, എ ബീറ്റ 1 ആണെങ്കിൽ, എ ബീറ്റ = 1 ആണെങ്കിൽ ഫീഡ്ബാക്ക് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും തുല്യമായിരിക്കും. അതിനാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും ഒരേ ആംപ്ലിറ്റ്യൂഡിൽ നിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ സസ്റ്റെയിൻഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. സസ്റ്റെയിൻഡ് ഓസിലേഷൻ എന്ന് വിളിക്കുന്നു. ഈ സസ്റ്റെയിൻഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം വരാതെ ഓസിലേഷൻ നിലനിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ സസ്റ്റെയിൻഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ ബീറ്റ = 1 എന്ന അവസ്ഥയിൽ നമ്മൾ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ നമ്മൾ കണക്കാക്കുമ്പോൾ എങ്ങനെ കിട്ടും? AF = A / 1 - A × ബീറ്റ എന്ന് കാണാം. നമുക്കിവിടെ അറിയാം A × ബീറ്റ, എ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ആംപ്ലിഫയർ ഗെയിൻ = A / 1 - 1, A / 0, അതായത് ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഇത് സൂചിപ്പിക്കുന്നത് ആംപ്ലിഫയറിൽ ഇൻപുട്ട് നൽകാതെ ഔട്ട്പുട്ട് ലഭ്യമാകുന്നു, ഓസിലേഷൻ നടക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സസ്റ്റെയിൻഡ് ഓസിലേഷൻ ലഭ്യമാവാൻ നമുക്ക് സസ്റ്റെയിൻഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം വരാതെ നിലനിൽക്കുന്ന അവസ്ഥ. നമ്മൾ ഇതിന് മുന്നേ 2 പഠിച്ചു. ഡാംപ്ഡ് പഠിച്ചു, ഗ്രോയിങ് ഓസിലേഷൻ പഠിച്ചു. പക്ഷേ സസ്റ്റെയിൻഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡിൽ വ്യത്യാസം വരാതെ നിലനിർത്തുന്ന ആ അവസ്ഥയാണ് സസ്റ്റെയിൻഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അത് ലഭ്യമാവാൻ നമുക്ക് എ ബീറ്റ = 1 ആയിരിക്കണം എന്ന നിബന്ധനയാണ് ഉള്ളത്. അപ്പോൾ ഈ നിബന്ധനയാണ് നമ്മൾ ബാർക്കോസൺ ക്രൈറ്റീരിയൻ ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത്. എന്താണ്? എ ബീറ്റ = 1 എന്ന ഈ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാർക്കോസൺ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഓസിലേറ്ററിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം.